കുറെ കാര്യങ്ങൾ സംശയം. നമ്മൾ ആരും ബ്ലെയിം ചെയ്യാനായിട്ടൊന്നുമില്ല. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ആരും ബ്ലെയിം ചെയ്യുന്ന രീതിയിൽ ഒന്നും നമ്മൾ സംസാരിച്ചിരുന്നില്ല. അതെ, ഒരുപാട് കാര്യം. ഇനി എനിക്ക് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രവീൺ പ്രണവ് ഇഷ്യൂമായി റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. വീട്ടിന്റെ അകത്ത് നടന്ന പ്രശ്നം പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടിട്ട് കൊടുത്ത് പബ്ലിക് അതിൽ അഭിപ്രായം പറഞ്ഞ് ആകെ മൊത്തം നാറിയ അവസ്ഥയിലാണ് ഇപ്പൊ പ്രവീണിന്റെയും പ്രണവിന്റെയും ഇഷ്യൂ നിൽക്കുന്നത്. നിലവിൽ അപ്ഡേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, അതങ്ങനെ നിൽക്കുക. പ്രവീൺ ഇഷ്യൂ തുടങ്ങുന്ന ഓരോ സമയത്ത് ഓരോ വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുടുംബത്തിന്റെ അകത്ത് തീർക്കാൻ പറ്റുന്ന പ്രശ്നം വേണമെങ്കിൽ അകത്ത് തീർക്കാമായിരുന്നു. അവസാനം അത് തീർക്കാതെ പബ്ലിക്കിന് ഇട്ടുകൊടുക്കുകയും എയറിൽ കയറി അങ്ങേയറ്റം എക്സ്ട്രീമിൽ സൈബർ അറ്റാക്ക് വന്നതിന് ശേഷം ലാസ്റ്റ് വന്ന് പ്രവീൺ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ. റിയാക്ഷൻ ചെയ്യുന്നവരൊക്കെയാണ് കുഴപ്പം, ബാക്കിയുള്ളവർ സൈബർ ബുള്ളിങ് ചെയ്യുന്നതാണ് കുഴപ്പം, അവർ പ്രശ്നം കൊണ്ട് പബ്ലിക്കിൽ ഇട്ടതല്ല കുഴപ്പം എന്നുള്ള രീതിയിലായി ആ ഒരു ചർച്ചാ വിഷയം അവസാനം അതിങ്ങനെ എൻഡായി നിൽക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. ഈ വിഷയം നടക്കുന്നതിനിടയിൽ ഇതിന് സാമ്യം വരുന്ന മറ്റൊരു വിഷയമാണ് ഈ VR in ലവ് എന്ന് പറയുന്ന ഫാമിലി വ്ലോഗേഴ്സിനും നടന്നിട്ടുണ്ട്. വീട്ടിൻ്റെ അകത്ത് നടക്കുന്ന ചഞ്ഞ പിന്നാടി അത് തന്നെയാണ് പറയാൻ പറ്റുന്നത്. അത്ര വഴക്കും ബഹളമാണ് ആ വീട്ടിൻ്റെ അകത്ത് നടക്കുന്നത്. പക്ഷേ ഇവർ കൊണ്ട് ഇതേ സമയത്ത് ഈ സാധനം വീണ്ടും ഒന്ന് കയറ്റി ഒന്ന് മൂപ്പിച്ച് പണ്ടത്തെ 1.5 വർഷം മുന്നേ നടന്ന വീട്ടിലെ പ്രശ്നങ്ങൾ ഒന്നുകൂടി മൂപ്പിച്ച് ഇടയിൽ കൂടി കണ്ടന്റ് ഉണ്ടാക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത്. 1.5 വർഷം മുന്നേ ഈ സാധനം ഇടുകയും അതന്ന് കണ്ടന്റ് ആവുകയും ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ തന്നെ കുറേ പ്രാവശ്യം കയറി ഇറങ്ങി സംസാരിച്ച് വീഡിയോകൾ നാറി നത്തം കൊട്ടി കുടുംബം മൊത്തം നാറി ഒരവസ്ഥയിൽ ഇരിക്കുന്നതിനിടയിൽ തന്നെ വീണ്ടും കൊണ്ട് പബ്ലിക്കിന് ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കണ്ടന്റ് ദാരിദ്ര്യമാവാം, എന്തോ ആവാം, പിന്നെ നിങ്ങളുടെ കുടുംബമാണ്, നിങ്ങളുടെ കുടുംബ കണ്ടന്റ് നിങ്ങൾക്ക് എങ്ങനത്തെ കണ്ടന്റ് പുറത്ത് വിടണം വിടണ്ടെന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കും. പക്ഷേ അങ്ങനെ പുറത്ത് പബ്ലിക്കിന് കാണാൻ വേണ്ടിയിട്ട് കുടുംബ പ്രശ്നം കൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ചില ആൾക്കാരെടുത്ത് വെച്ച് അഭിപ്രായം പറയും, റിയാക്ട് ചെയ്യും, കമന്റ് ബോക്സിൽ ഒരുപാട് ആൾക്കാർ അഭിപ്രായം പറയും. പക്ഷെ ഇതെല്ലാം താങ്ങാൻ കഴിയുമെങ്കിൽ മാത്രം ഇതുപോലെ കുടുംബ പ്രശ്നം കൊണ്ട് പബ്ലിക്കിൽ ഇടുക എന്നേ ഞാൻ പറയത്തുള്ളൂ. എന്തായാലും നിങ്ങൾ ഇട്ട സ്ഥിതിക്ക് ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. VR in ലവ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഫൈൽ എടുക്കുമ്പോൾ, യൂട്യൂബ് ചാനൽ എടുക്കുമ്പോൾ അൺമാസ്കിങ് ഓൾ ഫേക്ക് ഫേസസ് എന്ന് പറഞ്ഞിട്ട് 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ അൺമാസ്കിങ് എന്ന് പറയുന്ന സാധനം തന്നെ നമ്മുടെ പ്രവീണാണ് ആ ഒരു ടൈറ്റിൽ കൊണ്ട് വരുന്നത്. അതിനുശേഷം അൺമാസ്കിങ് ഓൾ ഫേസസ് കുട്ടികൾ ഉള്ളപ്പോൾ കാണരുത്, ഇതാണ് അമ്മച്ചിയുടെ അവീതം, ഈ അമ്മച്ചി മാത്രം കാണും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഈ കുടുംബ പ്രശ്നത്തിന്റെ കുറെ സാധനങ്ങൾ നിരത്തി വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ചാനൽ ഇട്ടതിനെ തുടർന്ന് തന്നെ VR ലവിന് കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എന്തായാലും 1-2 കമന്റ്സ് ഒന്ന് വായിക്കാം. പ്രവീൺ പ്രണവ് ആ വീഡിയോ പ്രൈവറ്റ് ആക്കി. ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾക്ക് നെഗറ്റീവ് വരികയുള്ളൂ. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുക, ദയവ് ചെയ്ത് ഇത് നിർത്തും. ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങളും കുടുംബ പ്രശ്നം കൊണ്ട് വീണ്ടും വീണ്ടും കൊണ്ടിട്ട് നാട്ടുകാരെ മുമ്പിൽ നാറാതിരിക്കൂ, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണെന്നാണ് ആൾക്കാർ പറയുന്നത്. നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതല്ലേ, എന്താണ് വീണ്ടും വീണ്ടും ഇതിനെ പറഞ്ഞിട്ടിരിക്കുന്നത്? മറ്റൊരു ചാനൽ വിഷയം വരാൻ കാത്തിരിക്കുന്നത് പോലെയുണ്ട് വീണ്ടും ഈ വിഷയം വ്യൂവേഴ്സിന് ഇടയിലേക്ക് കൊണ്ടുവരാൻ. അതായത് ആൾക്കാർ പറയുന്നത് വളരെ കറക്റ്റാണ്. ഇവരെ ഫോളോ അപ്പ് ചെയ്തു പോകുന്ന ഓരോ ഓഡിയൻസിനും കറക്റ്റായിട്ട് അറിയാം. 1.5 വർഷം മുന്നേ അല്ലെങ്കിൽ 1 വർഷം മുന്നേ ഈ പ്രശ്നം ഇവർ ചർച്ച ചെയ്തതാണ് ഇവരുടെ ചാനലിൽ. ആ പ്രശ്നം തന്നെ വീണ്ടും ആൾക്കാരുടെ ഇടയിലേക്ക് ഈ ഒരു പ്രവീൺ പ്രണവ് ഇഷ്യൂ വന്ന സമയത്ത് കൊണ്ടിട്ട് കൊടുക്കുകയാണ് ആൾക്കാർക്ക് ചർച്ച ചെയ്യാനായിട്ട്. ഇത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് തോന്നുന്നു നീ എന്തിൻ്റെ കണ്ടവൻ്റെ കുടുംബ പ്രശ്നത്തിൽ കയറി ഇടപെട്ട് സംസാരിക്കുന്നത്, നാണമില്ലെന്ന് തോന്നും. ഇവിടെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു വീഡിയോ കൊണ്ടിട്ട് കഴിഞ്ഞാൽ എടുത്ത് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്, അത് നമ്മുടേതായ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് ആരും തന്തയ്ക്കും തള്ളയ്ക്കൊന്നും വിളിച്ചില്ല. പിന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും വിളിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒരു വിഷയവും ഇവിടെ എനിക്ക് പറയാനില്ല. എന്തായാലും ഇതിൽ കുറച്ച് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഇനി ഒരു കമന്റ് വായിക്കാം. ഇത്രയും വർഷം പറഞ്ഞിട്ടും പക തീർന്നിട്ടില്ലേ? നിങ്ങൾ നിങ്ങളുടെ സിസ്സായിട്ട് എല്ലാം കോംപ്രമൈസ് ആക്കിയല്ലേ ആ കുഞ്ഞിനെ അമ്മ ഇല്ലാണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. ഇവരുടെ വീഡിയോ ഫോളോ അപ്പ് ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് വിഷയം അറിയാം. കുടുംബത്തിൽ നടക്കുന്ന എല്ലാ കാര്യവും ഇല്ലാത്ത വഴക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ടെന്ന് വേണമെങ്കിലും പറയാം. എനിക്ക് അങ്ങനെയൊക്കെയാണ് ചില വീഡിയോസ് കണ്ടപ്പോൾ തോന്നിയത്. ഇവന്റെ റീസൺലി ഞാൻ ഇവന്റെ ഇൻസ്റ്റയിൽ ഞാൻ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു റീല് കണ്ടായിരുന്നു. ആ റീല് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടെ സൈഡിൽ കൊടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റീൽ വീഡിയോ ആയിരുന്നു. ഇവൻ ഈ ഓൺലൈൻ സ്കാമിങ് അല്ലെങ്കിൽ ഈ പറയുന്ന ബെറ്റിങ്, ട്രേഡിങ് ഇതുപോലത്തെ ഒന്നും, ഓൺലൈൻ ഗാംബ്ലിങ്, ഗെയിമിങ് ഒന്നും കളിക്കാണ്ട് പൈസ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട്
വീഡിയോ ഇടുന്നുണ്ട്. ഈ മല്ലു ഫാമിലി പോലത്തുള്ള ഫാമിലി വ്ളോഗേഴ്സ് ആണെങ്കിൽ ഇതുപോലെ ഈ സാധനങ്ങളെ പ്രൊമോട്ട് ചെയ്ത് ആണ് വീഡിയോ ഇടാറ്. പക്ഷെ അതൊന്നും അല്ലാണ്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവർ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് ഒന്നും ചെയ്യുന്നുണ്ടല്ലോ. പിന്നെയും ഇവൻ യൂട്യൂബ് ചാനൽ വന്നിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോയ കുടുംബ പ്രശ്നം കൊണ്ടിട്ട് നാട്ടുകാരുടെ ഇടയിൽ ചർച്ചയ്ക്ക് ഇട്ട് കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. എന്തായാലും കുറച്ച് ഞാനൊന്ന് കൊടുക്കാം. ഇനി ചെയ്യാനായിട്ടൊന്നുമില്ല. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ആരും ബ്ലെയിം ചെയ്യുന്ന രീതിയിൽ ഒന്നും നമ്മൾ സംസാരിച്ചിരുന്നില്ല. അതെ, ഒരുപാട് കാര്യം. ഇനി എനിക്ക് ഈ യൂട്യൂബ് അവസാനിക്കുന്ന കാലത്തോളം എനിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത്രയ്ക്കുണ്ട് കാര്യങ്ങൾ. പലതും ഹൈഡ് ചെയ്ത് വെച്ച് മുന്നോട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്ന എന്നാന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇന്ന് ദൈവമായിട്ട് 2 കടകൾ തന്നിട്ടുണ്ട്, അല്ലാതെ ഓൺലൈന് കാര്യങ്ങളെല്ലാം ഉണ്ട്. ദൈവമായിട്ട് നമുക്ക് എല്ലാ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും തന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വന്നിരുന്ന് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ പറഞ്ഞ് നമ്മൾക്ക് കാണുന്ന ആൾക്കാരെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ല. എങ്കിലും നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കുമ്പോൾ എനിക്ക് പ്രവീണിന്റെയും മൃദുലയും കൂടെ ഞങ്ങൾക്ക് 2 പേർക്കും നിക്കണം എന്നുള്ള ഒരു ഇത്. കാരണം ഞങ്ങളുടെ അത് തന്നെയാണ് ഞങ്ങൾ അവിടെ കണ്ടത്. അവരുടെ വീഡിയോ കണ്ട് അത്രയും എനിക്ക് ആ ഒരു കാണുന്ന ഒരു സാധാരണ ഒരു മനുഷ്യന്റെ മനസ്സിൽ ഇച്ചിരിയെങ്കിലും അലിവുള്ള ഒരു മനുഷ്യൻ അത് കാണുമ്പോൾ ഭയങ്കര വിഷം വരും. അതിനകത്തൊരു 100 ഡൗട്ട് വെക്കുന്നവർക്ക് അവരുടെ മനസ്സിൽ എത്രത്തോളം ദുഷിച്ച ഇതാന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഡൗട്ടുകൾ ഇങ്ങനെയാണ്. ഭാര്യയെ അടിച്ച് നിലത്തിട്ടപ്പോഴത്തേക്കും എന്തുകൊണ്ട് വീഡിയോ എടുത്തില്ല, പിന്നെ അവർ റൂമിൽ കയറി എന്തിനു വീഡിയോ എടുത്തു എന്നൊക്കെ ഉള്ള കുറെ കാര്യങ്ങളാണ്. അത് ആദ്യം പറഞ്ഞു തന്നെ പോകാം. ഭാര്യനെ അടിച്ച നിലത്തിട്ട് പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഭാര്യ നിലത്ത് വീണു വയ്യാണ്ടായി. അവര് സ്വന്തം ഭാര്യയെ സേഫാക്കി റൂമിൽ കയറ്റി വെക്കുക. കാരണം ഇറങ്ങി പോകുമ്പോൾ പിന്നെ അവര് ആക്രമിച്ചേക്കാം. ഞാൻ നേരിട്ട് സാക്ഷിയാണ്. ഞാൻ എന്റെ മനസ്സിൽ വിചാരിക്കും എന്റെ അമ്മ അപ്പനും ഒന്നും അങ്ങനൊന്നും ചെയ്യത്തില്ല. ഞാൻ ആ വിശ്വാസത്തിലാണ് അവളെ അങ്ങോട്ട് കൊണ്ടുപോയത്. പിന്നെയും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അവര് ചെയ്യും. കൊല്ലുന്ന ഒരു അവസ്ഥ വരെ അവരെത്തിക്കും. കൊല്ലും. എന്നിട്ട് അതൊരു ആക്സിഡന്റിൽ ഡെത്ത് ആക്കി മാറ്റും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ അവർക്ക് മനസ്സിലായി. ഇനി പുറത്തോട്ട് ഇറങ്ങിയാൽ ആ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും അവന്റെ ഭാര്യയ്ക്കും പ്രവീണിന്റെ ഭാര്യയ്ക്കും എന്തായാലും അപകടം സംഭവിക്കുമെന്നും പറഞ്ഞാണ് അവർ ആ ദേഹമൊക്കെ മുറിച്ച് അകത്തിരുന്ന് സംസാരിക്കുന്നത്. അതിനുശേഷം ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ ഇല്ലോ നമുക്കറിയത്തില്ല. പോയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഒരു ഡൗട്ടായിട്ട് ഈ പ്രവീൺ പ്രണവ് ഇഷ്യൂ വന്ന സമയത്ത് ഇവരുടെ ആ ഒരു ലൈഫിൽ പണ്ട് നടന്ന സംഭവമായിട്ട് റിലേറ്റ് ചെയ്ത് വീണ്ടും ആ ഇഷ്യൂനെ കുത്തിപ്പൊക്കിക്കൊണ്ടാണ് ഇവർ റിലേറ്റ് ചെയ്തിട്ട് സംസാരിക്കുന്നത്. ഞാൻ പേഴ്സണലി പറയല്ല, എനിക്ക് ഒരു യോജിപ്പില്ല ബ്രോ, ഒരു യോജിപ്പില്ല. അത് പ്രവീൺ പ്രണവിന്റെ കേസിലായാൽ കൂടി ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുടുംബത്തിൽ തീർക്കേണ്ട പ്രശ്നം പറഞ്ഞു തീർക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞു തീർക്കാമെന്ന്. പക്ഷെ വയലൻസ്, ഒരു ഗർഭിണിയായ പെൺകുട്ടിയെ അടിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അത് വയലൻസ് വിഷയത്തിലോട്ട് വരികയും പിന്നെ അവസാനം അവർക്ക് തന്നെ പ്രശ്നമില്ല, അവർ കോംപ്രമൈസ് ആവാൻ എന്നുള്ള രീതിയിലോട്ട് പോവുകയാണ് ചെയ്തത്. എന്തായാലും അത് നല്ല കാര്യം, പോട്ടെ. നിങ്ങൾ ഈ 1.5 വർഷം മുമ്പേയുള്ള പ്രശ്നം വീണ്ടും കൊണ്ട് റിലേറ്റ് ചെയ്തിട്ട് നാട്ടുകാരുടെ ഇടയിൽ വീണ്ടും ചർച്ചയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് വളരെ മോശമാണ്. വെറും കണ്ടന്റിന് വേണ്ടിയിട്ട് എന്തോരം കണ്ടന്റ് ചെയ്യാൻ നിങ്ങൾക്കുണ്ട്. ഈ ഫാമിലി വ്ളോഗേഴ്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള വീഡിയോ ചെയ്യണം. വീട്ടിൽ നടക്കുന്ന തുമ്മി എല്ലാ കാര്യവും എടുത്ത് കാണിച്ച് വെറും വൾഗാരിറ്റി നിറഞ്ഞ് വീട്ടിലെ അടിയും വഴക്കൊക്കെ ഇല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്തും ഒക്കെ കാണിച്ച് വെറുതെ നാണക്കേടുണ്ടാക്കി വെക്കരുത്. നിങ്ങളായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇവന്റെ മറ്റൊരു വീഡിയോ ഞാനൊന്ന് കൊടുക്കാം. ഈ വീഡിയോയിൽ ഇവൻ എന്തോ ഇങ്ങനെ ഡോറ് തുറന്നു പോകുന്നു, അതിങ്ങനെ വീഡിയോ എടുത്ത് ഈ വീട്ടിൽ വഴക്കുണ്ടാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാനിപ്പോൾ വഴക്കുണ്ടാക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ പോകുന്നു. അവിടെ പോയിട്ട് അത് ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്ന പോലെയൊക്കെ എനിക്ക് പേഴ്സണലി തോന്നുന്നു ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ. ഇവൻ തന്നെ ഇട്ടിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഒന്ന് കൊടുക്കാം. അമ്മ ഫസ്റ്റ് കട്ടണിലൂടെ നോക്കി ഞാൻ ആദ്യം തന്നെ പറയുന്നുണ്ട്. ബെല്ലടിച്ചപ്പോഴത്തേക്കും ചോദിച്ചു ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്പുവാന്ന് പറഞ്ഞു. അപ്പം എന്നാ വന്നേന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ ഞാൻ വീഡിയോ എന്തിനാ വന്നേന്ന് അപ്പൊ ഞാൻ വീഡിയോ കട്ട് ചെയ്തു. എന്നാത്തിനാ വരണ്ട? താമസിക്കാൻ പറ്റത്തില്ല, എനിക്ക് കുഞ്ഞുസിനെ അംഗീകരിക്കാനും പറ്റത്തില്ല. സാരമില്ല, അത് സാരമില്ലെന്നല്ല, ഞാൻ പറ്റത്തില്ലാത്തതിന്റെ കാര്യം പറയാം. നീ കഴിഞ്ഞ പ്രാവശ്യം കൂടെ വന്നിട്ട് ഞാൻ അത്രയും മഹാമോശം ഉണ്ടായതൊക്കെ തോന്നുന്നു കൊച്ചിനെ കാണിക്കാണ്ട് പോയി, അമ്മാനാക്കുഞ്ഞിനെ പോലും കാണിക്കാണ്ട് പോയി. ഞാൻ നിന്നെ പീഡിപ്പിക്കും, നിന്നെ കൊല്ലൂ എന്ന് പറഞ്ഞ് നിങ്ങൾ പബ്ലിക്കിന്റെ മുമ്പിലെല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെ ചെയ്തു, ഇതെല്ലാം ചെയ്തു. പിന്നെ കൊണ്ട് ആശുപത്രി പൊടിവിടെ വന്നു കഴിഞ്ഞ ആ ദിവസം നീ വൈകിട്ട് നിന്റെ തലയിലോട്ട് ഇതെടുത്ത് വെച്ചോണ്ടിരിക്കെ, അടുപ്പുകല്ല് നീ തലയിലോട്ട് വെച്ചോണ്ടിരിക്കുക. എന്തിനാ അമ്മയുടെ അടുത്ത് അവള് പറഞ്ഞു അല്ലെ? അമ്മയുടെ അടുത്ത് അവള് പറഞ്ഞു അല്ലേ? ഇത്രയും നോണ പറയുന്ന ഒരു സ്ത്രീ. പപ്പ എങ്ങനെയുണ്ട്? പപ്പ കടയിൽ പോയ എങ്ങനെ? പപ്പ കണ്ടു? ഈ പപ്പ കടയിൽ പോയ അല്ല, കടയിൽ പോയ ഈ വ്യക്തി കണ്ട ഇതാണ് തടങ്കില് കുഞ്ഞിരിക്കുന്നു. എടുത്ത് നിലത്തോട്ട് ഒറ്റ അടി. അപ്പൊ നമ്മുടെ കുഞ്ഞെടുത്തിരിക്കുക. അത് പൊട്ടിയിട്ടുണ്ട്. ആ ഗ്ലാസ് ടേബിള് പൊട്ടി.
ആ ഗ്ലാസ് ടേബിൾ ശരിക്കും പൊട്ടിപ്പോവായിരുന്നെങ്കിൽ കുഞ്ഞിന്റെ ദേഹത്ത് പോകാം. അപ്പൊ പെട്ടെന്ന് എടുത്തു. അപ്പോഴാണ് വിഷയം രൂക്ഷമായി കൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ പുള്ളിക്കാരൻ കൊണ്ടുപോയിട്ട് ഫോണാ ഇതിന്റെ ഫ്രിഡ്ജിനുള്ള ഒരു വിചാരത്തിലാണ് അതിലെടുത്തത്. പക്ഷെ എടുത്തു നല്ല പൊക്കി എടുത്തു കൈ പിടിച്ച് എണ്ണിക്കെന്ന് പറഞ്ഞ പിടിച്ച് പൊക്കി എണ്ണീച്ച് പൊക്കി എടുത്ത ആടെ വീഡിയോയിൽ നേരെ അമ്മ സംസാരിക്കുന്ന സംസാരമാണ്. ഇവളെന്റെ ഇത് കൊങ്ങയ്ക്ക് പിടിച്ച് ഞെക്കി ഞാൻ എന്നിട്ട് എടുത്ത്. സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് പറഞ്ഞ ബ്രോ. എന്ത് മനസ്സുഖമാണ് ഇങ്ങനെ വീട്ടിലടക്കണം പ്രശ്നം എടുത്ത് പബ്ലിക്കിൽ ഇടുമ്പോൾ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. എന്താണ് ആ മനസ്സുഖം? നമ്മളൊക്കെ സാധാരണ നമ്മുടെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പുറത്താരും അറിയരുത് എന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും ചെറിയ വഴക്കോ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് ഉണ്ടായാൽ പോലും പുറത്ത് മറ്റൊരു മനുഷ്യൻ അല്ലെങ്കിൽ നാട്ടിലുള്ള ഒരാൾ പോലും അറിയരുത് എന്നാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. നിങ്ങളൊക്കെ ആ സ്ഥാനത്ത് അവിടെ ഗ്ലാസ് ഉൾപ്പെടെ സൂം ചെയ്ത് റൗണ്ട് ചെയ്ത് എന്തൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ആ ഗ്ലാസ് എന്തോ എടുത്തെറിഞ്ഞ് പൊട്ടി. എന്തായാലും ആ വ്യക്തി നിങ്ങളുടെ അച്ഛനാണെന്ന് തോന്നുന്നു. ഒന്ന് ചിന്തിക്കണമായിരുന്നു. കയ്യിൽ കൊച്ചൊക്കെ ഇരിക്കണം. ആ കൊച്ചിൻ്റെ മുഖത്തൊക്കെ എന്തെങ്കിലും ഗ്ലാസ് കൊണ്ട് എനിക്ക് അത് വളരെ മോശമാണ്. എന്തുവാ ഇത്? നിങ്ങൾക്ക് എന്താ കാണിക്കുന്നത്? എന്താ നിങ്ങളുടെ സത്യത്തിലെ പ്രശ്നം? എനിക്ക് അതാണ് അറിയേണ്ടത്. നിങ്ങളുടെ കുടുംബത്തിൽ ഇതിന് മാത്രം എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ കുടുംബത്തിൽ മാത്രമേ ഇത്രയും ചീഞ്ഞ പ്രശ്നങ്ങളുള്ളൂ എന്ന് ഞാൻ ചില സമയം ചിന്തിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ഒന്നും വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളില്ല. എങ്കിലും വഴക്കുകൾ ഉണ്ടാവാറുണ്ട്. എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന പോലെ സ്വാഭാവികമായിട്ടും ഉണ്ടാകാറുണ്ട്. പക്ഷെ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ വീട്ടിലാണ് ഈ ദേഹോപദ്രവവും ഇമ്മാതിരി ലെവൽ അടിച്ചു പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. കാണുന്ന കാര്യം പറയുന്നത് ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആയാലും ഒരുപാട് പേരുണ്ട്. അവരെയൊന്നും വീട്ടിൽ ഞാൻ ഇന്നേ വരെ അറിവില്ല. ഞാൻ അവരുടെ വീടുകളിൽ പോകുന്നു. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒരു വീടുകളിലും ഇല്ല. പക്ഷെ ഞാൻ കണ്ടെടുത്തോളം ഫാമിലി വ്ളോഗേഴ്സിൻ്റെ വീട്ടിലാണ് ഇത്തരം പ്രശ്നങ്ങൾ. അടി, വഴക്ക്, എടുത്തെറി, തൂക്കിയെടുത്തടി, കമത്തി എടുത്തെറി, അണ്ടർടേക്കർ കെയിനൊക്കെ എടുത്ത് പണ്ട് അടിക്കണ പോലെയൊക്കെയാണ് എടുത്ത് അടിക്കണത്. ആ പെണ്ണിനെയൊക്കെ എടുത്ത് എറിഞ്ഞു തന്നു. ഇതാണ് അവസ്ഥ. കണ്ടുകൊണ്ടിരുന്നാൽ തന്നെ ചില സമയം കോമഡി ആയിട്ടാണ് തോന്നുന്നത്. എന്തായാലും ഈവൻ ഈ വീഡിയോയുടെ താഴെ ഒരു കമന്റ് ഇട്ടിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനതൊന്ന് വായിക്കാം. ഇതിന്റെ ബാക്കി വരും. നീതിക്കായി നമ്മൾ പോരാടും. മോണിറ്റൈസേഷൻ ഓഫാക്കിയാലോ എന്ന് കരുതിയതാണ്. ബട്ട് അതിന്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നില്ല. എന്തിനാണ് മോണിറ്റൈസേഷൻ ഓഫ് ആക്കുന്നത്? ഇത്രയും കഷ്ടപ്പെട്ട് എഫർട്ട് എടുത്ത് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തല്ലേ. മോണിറ്റൈസേഷൻ ഓഫ് ആക്കേണ്ട കാര്യമൊന്നും ഇല്ല. അവർ എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തപ്പോൾ ഞാൻ എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകും? അവരൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ല. ഇതിൽ നിന്നും കിട്ടുന്നത് സത്യത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ് മോണിറ്റൈസേഷൻ ഓഫ് ആക്കാത്തത്. ആർക്കെങ്കിലും സങ്കടമായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ആർക്ക് സങ്കടം? നിങ്ങൾക്കൊക്കെ തന്നെ സങ്കടവും ചെളികാരി വെടിയും പരസ്പരം കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നാട്ടുകാരെ അറിയിക്കലൊക്കെ ചെയ്യുന്നത് വളരെ മോശമാണ് ബ്രോ. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലെ കുറച്ച് റീൽസും ഷോർട്സും ഒക്കെ ഞാൻ കണ്ട് അത്യാവശ്യം ക്വാളിറ്റിയുള്ള വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ. ആ ഒരു അമ്മയുമായിട്ടൊക്കെ ഉള്ള ഒരു വീഡിയോ ഉണ്ട്. അതായത് ഫോട്ടോ പെട്ടെന്ന് ഞെട്ടി എണീക്കുന്ന ഒരു വീഡിയോ. അതൊക്കെ കണ്ടപ്പം നല്ല സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് ഫീലിങ്സ് ഉണ്ടാകുന്ന വീഡിയോസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ മറിച്ച് നേരെ നിങ്ങളുടെ യൂട്യൂബിലോട്ട് വരുമ്പോൾ ഒരു ക്വാളിറ്റി ഇല്ലാത്ത, ഒരു നിലവാരമില്ലാത്ത ഫാമിലി വ്ളോഗായിട്ടാണ് തോന്നുന്നത്. വേറൊന്നും കൊണ്ടല്ല, അങ്ങനത്തെ കാര്യമാണ് നിങ്ങൾ ചെയ്ത് കൂട്ടുന്നത്. ഈ വിഷയമായിട്ട് മറ്റൊരു ലേഡി റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഈ വീഡിയോ കണ്ടന്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെപ്പോലെ ഒരു കണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ എടുത്തിട്ട് ഈ VR in Love എന്ന് പറയുന്ന ടീംസ് ഒന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ തമ്മിലൊന്ന് വായിക്കാം. എൻ്റെ കുഞ്ഞുങ്ങളെ പറയുന്നോടി മോളെ, പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. വേറൊരു കമന്റിനെയും കൂടി അവൻ തമ്മിൽ വെച്ചിട്ടുണ്ട്. പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ആ രണ്ട് പിള്ളേരിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു മഹാരോഗം കൊടുക്കണേന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇവന്റെ മനസ്സ് അങ്ങോട്ട് തിരിഞ്ഞു പോകും. ഇതാണ് അമ്മച്ചിയുടെ അവിധം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തമ്മിലും കൊടുത്തിട്ടുണ്ട്. ഇടയിൽ ആ കമന്റ് അടിച്ചുകൊണ്ടിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ ഫാമിലി ഇഷ്ടമല്ല, അവരുടെ കണ്ടന്റ് ഇഷ്ടമല്ല എങ്കിൽ ഉറപ്പായിട്ട് വിമർശിക്കാൻ കാര്യങ്ങൾ പറയാം. ഞാൻ പറയുന്നത് പോലെ. മറിച്ച് ഒന്നും അറിയാത്ത എട്ടുമുട്ടും തിരിയാത്ത കൊച്ചു മക്കളെ പറയരുത്. എനിക്കതേ പറയാനുള്ളൂ. അത് ഇവൻ പറഞ്ഞാലും തെറ്റാണ്, നിങ്ങൾ പറഞ്ഞാലും തെറ്റാണ്, ആര് പറഞ്ഞാലും തെറ്റാണ്. കൊച്ചു മക്കളെ പറയാൻ പാടില്ല. അത് അത്രേ ഉള്ളൂ. അതങ്ങനെ അങ്ങ് കരുതിക്കോണം. എന്തിനാണ് എട്ടുമുട്ടും തിരിയാത്ത പിള്ളേരെ പറയുന്നത്? അവരെന്ത് തെറ്റ് ചെയ്തിട്ടാ? അതിൻ്റെ ആവശ്യമില്ല. എന്നാലും ഇവൻ ഈ വിഷയമായി റിലേറ്റ് ആയിട്ട് ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ നമുക്ക് നോക്കാം.
ഉള്ള ഈ സ്ത്രീ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും പല ഇത് വന്നപ്പോഴും പല കാര്യങ്ങളും പറയേണ്ട വന്നിട്ടുണ്ട്. അപ്പം ഇന്നലെ ഒരു സ്ത്രീ ഈ ഒരു പർട്ടിക്കുലർ ഈ സ്ത്രീയുടെ സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സഹോദരിയായിട്ടുള്ളതും എന്റെ അമ്മയായിട്ടുള്ള 2 വ്യക്തികളാണ്. കാരണം അതിനകത്തുള്ള കമന്റ്സ് കാണുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അവർ എത്ര സപ്പോർട്ട് ഉണ്ട്, അവർ തമ്മിലുള്ള കോൺടാക്ട് കാര്യങ്ങൾ ഇതൊക്കെ സൈബർ സെല്ലിലേക്ക് വിളിച്ചപ്പോൾ അവർ തമ്മിൽ കോൺടാക്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് മനസ്സിലായതാണ്. എല്ലാം നല്ല രീതിയിൽ മനസ്സിലായ കാര്യങ്ങളാണ്. പക്ഷെ ഇവര് അവരെ പറയാനോ അവരെവിടെയുള്ള എന്ന് പറയാനോ ഒന്നും തയ്യാറാവുന്നില്ല. കാരണം അങ്ങനെ തയ്യാറായിട്ടുണ്ടെങ്കിൽ മൊത്തം കേസിനകത്ത് ഇവരും പെടും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കോൺടാക്ട് കാര്യങ്ങളെല്ലാം പെടും. അതുകൊണ്ട് ഇവർ ഒരിക്കലും തയ്യാറാവുന്നില്ല. നമ്മളെ മാക്സിമം കരിവാരി തേക്കുക, നമ്മളെ പുറത്താക്കുകയും ചെയ്തു, എന്നിട്ട് നമ്മളെ ഇട്ട് ക്രൂശിക്കുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇന്നലെ ഒരു സ്ത്രീ കുറച്ച് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ആ ഒരു ഭാഗം നമുക്ക് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. ഇയാളുടെ വൈഫിന് ഈ ലേഡിക്ക് വേറെ അവിഹിത കഥകൾ ഉണ്ടായിട്ടില്ല, ബന്ധങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതിന് തെളിവുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? അത് വിളിച്ചു പറയാൻ ആളില്ലാത്തതാണ് പ്രശ്നം. ഇയാളെ തന്നെ സോപ്പിട്ടാലേടി എടുത്തതല്ലേ, ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തതല്ലേ? അപ്പൊ അതുപോലെ എത്ര പേര് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാം? ഇതൊന്നും നമുക്ക് തെളിവുള്ള കാര്യമല്ല. സൂപ്പർ. അതായത് ഈ ലേഡി പറയുന്നത് ഇവൻ ആരെയൊക്കെ കുറ്റം പറയുന്നുണ്ട്, ഇവന്റെ പെങ്ങളെയും ഇവന്റെ അച്ഛനും അമ്മ ഉൾപ്പെടെ എല്ലാവരെയും പറയുന്നുണ്ട്. അവരിങ്ങനെയാണ് അങ്ങനെയാണ്, പെങ്ങൾക്ക് അവിഹിതമൊന്നും എങ്ങാണ്ടൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ലേഡി എന്ത് ചെയ്തു? തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ വൈഫിന് ഇതുപോലെ ആരെങ്കിലും ഒക്കെ പറഞ്ഞാലോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിൽ എനിക്ക് വലിയ വിഷയമായിട്ട് തോന്നിയില്ല സത്യം പറഞ്ഞാൽ. അതുപോലെ നിങ്ങളടുത്ത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നും ഉള്ള രീതിയിലാണ് ആ ലേഡി ചോദിക്കുന്നത്, അല്ലേ? ജെന്യുവനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നീ അവരെ പറയുന്നുണ്ട്, അവരുടെ അവിഹിതമോ വല്ലതും നീ കണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് അവരും ചോദിക്കുന്നത്. മറിച്ച് നിന്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ, നിന്നെ പ്രപ്പോസ് ചെയ്യുന്ന മുമ്പ് ആരെങ്കിലും നിന്റെ ഭാര്യ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്ത് പറയും എന്നുള്ള രീതിയിലാണ് അവർ ചോദിക്കുന്നത്. ജെന്യുവനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അവർ ഈ കുഞ്ഞു മക്കളുടെ കേസ് വന്നപ്പോൾ ചോദിച്ചതിൽ എനിക്ക് യോജിപ്പില്ല. അത് ചോദിക്കാൻ പാടില്ല, അത് തെറ്റാണ്. കുഞ്ഞു മക്കൾ നമ്മൾ ഒരിക്കലും അങ്ങനെ പറയരുത്. അത് ബോധം വിവരവുമില്ലാതെ ഓരോരുത്തന്മാർ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചിട്ട് നമ്മളും അതേപോലെ ആ ഒരു ട്രിഗർ ചെയ്ത് സംസാരിക്കാൻ നിൽക്കരുത്. ഇപ്പം ഒരാൾക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ അത് പാലിലൂടെ വരും, അല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ചൂസിനെ പോലെ സീഷർ ഉള്ളവരുടെ പാല് പിടിച്ചാൽ സീഷർ വരും എന്നൊക്കെ മനോഭാവത്തിൽ ഇരിക്കുന്ന ആളുകളാണ് അതിനകത്തുള്ളത്. അപ്പൊ അവരോട് പ്രത്യേകിച്ച് വേദാന്തം ഓതിയിട്ട് ഒരു കാര്യമില്ല. എങ്കിലും ഇതൊക്കെ പറയുമ്പോഴത്തേക്കും മറുപടി കൊടുക്കണം. എന്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മറുപടി പറയും. അപ്പൊ അതാണ്. അപ്പൊ ഞാൻ ഒരാളുടെ കുഞ്ഞിനെ കുറിച്ച് പറയുമ്പോൾ അവര് മറുപടി പറയാൻ തയ്യാറാവാത്തത് ആ കുഞ്ഞുങ്ങളുടെ കയ്യിൽ അത്രയും തെറ്റുകൾ ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ഇതിപ്പോ എന്റെ പിഞ്ചു കുഞ്ഞുങ്ങളാണ്. അപ്പം അതിനകത്ത് ഈ പ്രസ്തുത ചാനലിന്റെ ഓണർ ഇവരെ യക്ഷി എന്നൊക്കെ വേണം വിളിക്കാം. ഇവർ ചോര കുടിക്കുന്ന ഒരു യക്ഷിയാണ്. അപ്പം ഈ സ്ത്രീ എന്റെ കുഞ്ഞിനെ ഔസേപ്പച്ചൻ തോമാച്ചൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ ക്രിസ്ത്യൻസിൽ നല്ല നെയിംസ് ആണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ അവര് കുറെ കാര്യങ്ങൾ അല്ലാതെ പറയുന്നുണ്ട്. ഒരു കാലത്തും ഗതിപിടിക്കില്ല. 2 എണ്ണത്തിനെ വളർത്തുന്നുണ്ട്. ഇപ്പൊ അവര് വളർത്തുന്ന കുട്ടികളെ അവർ ഭയങ്കര പാമ്പർ ചെയ്ത് കെയർ ചെയ്താണ് കേട്ടോ വളർത്തുന്നത്. അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. വളർച്ച എത്തുന്നതിന് മുമ്പ് തന്നെ തന്നോളും. പ്രായപൂർത്തി ആവണമെന്നില്ല, അതിനു മുമ്പ് തന്നെ ഇതിനൊക്കെ മറുപടി കിട്ടിക്കോളും. എന്റെ മൂത്ത കുഞ്ഞിലൂടെ ഞാൻ അനുഭവിക്കും, അല്ലെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളിലൂടെ ഞാൻ അനുഭവിക്കുമെന്ന് ഞാൻ അതിനാദ്യം തന്നെ തുടക്കത്തിൽ പറഞ്ഞോട്ടെ. നമ്മൾ എന്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നോ അതേ അവർ തിരിച്ചു തരത്തുള്ളൂ. അവരെന്ത് കണ്ടു വളരുന്നോ അത് തന്നെ അവർ നമുക്ക് തരത്തുള്ളൂ. അതായത് എന്റെ പേരൻസിന്റെ അടുത്ത് ഞാൻ കാണിച്ചത് അവർ എന്റെ അടുത്ത് കാണിക്കുന്നതിന്റെയാണ് ഞാൻ കാണിക്കുന്നത്. അല്ലാതെ ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കുന്നോ, ഞാനും എന്റെ ഭാര്യയും സ്നേഹത്തിൽ, അല്ലെങ്കിൽ എന്റെ ഇവിടെ ഫാമിലി എല്ലാവരും സ്നേഹത്തിൽ പോകുന്നതാണ് എന്റെ കുഞ്ഞുങ്ങൾ കണ്ടു വളരുന്നത്. അതുകൊണ്ട് അവരുടെ അറിവായ പ്രായം തൊട്ട് അവർ കണ്ടു വളരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിടുന്ന് പോകുന്നതും എന്നും അലമ്പ് മാത്രം കണ്ടു എന്റെ കുഞ്ഞുങ്ങൾ വളരില്ലെന്നുള്ള ഒരു ബോധ്യത്തോടെ തന്നെയാണ് അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് പോകുന്നതും. അവരിറക്കി വിട്ടപ്പം 100% സത്യത്തോടെ സന്തോഷത്തോടെ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഷിഫ്റ്റായി ഇവിടെ താമസിക്കുന്നതും. എനിക്ക് ആദ്യം നിന്റെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ മക്കളെ പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളി ഇല്ലേ? അതുപോലെ മറ്റുള്ളവരുടെ മക്കളെ പറഞ്ഞാൽ അവർക്കും പൊള്ളും. നിനക്ക് വേറെ ആർക്കെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നീ അവരെ പറയുക. അവരുടെ മക്കളെയോ കാര്യങ്ങളോ ഒന്നും പറയില്ലേ. കുഞ്ഞു മക്കൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ട് കൊച്ചു പ്രായത്തിൽ, അതിനെയൊന്നും കുറ്റമായിട്ട് കണ്ട് പറയാതിരിക്കുക. എന്തിനാണ് പബ്ലിക്കിൽ അതിനെയൊക്കെ വലിച്ചിടുന്ന കുഞ്ഞു പിള്ളേരെ? അതിനുള്ള സാമാന്യ ബോധം കാണിക്കും. ഇവരിവിടെ ഉദ്ദേശിക്കുന്ന കർമ്മ എന്ന രീതിയിൽ ചിലപ്പോൾ നാളെ നിനക്കും തിരിച്ചടിച്ചേക്കാമെന്നാണ്. പക്ഷേ അവർ മക്കളെ വെച്ച് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. തെറ്റാ, തപ്പ്. ഞാനും ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. നമ്മളത് തിരുത്തി മുന്നോട്ട് പോവുക. പിന്നെ ഈ ഫാമിലി വ്ളോഗ് ചെയ്യണ VRL ലവ് ടീമിൻ്റെ അടുത്ത് എനിക്ക് അതാണ് പറയാനുള്ളത്. നിരന്തരം വന്നിരുന്നിട്ട് സ്വന്തം അച്ഛനെയും അമ്മയും പെങ്ങളെയും ഒക്കെ കരിവാരി തേച്ചുകൊണ്ട് വീഡിയോസ് ഇടാതിരിക്കുക. അത് വിടുക. എത്രയോ വീഡിയോസ് ചെയ്യാം. നല്ല നല്ല കണ്ടന്റ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കാണുന്നുണ്ട്. അതുപോലെ നല്ല നല്ല കണ്ടന്റ് യൂട്യൂബിലും കൊണ്ടുവരാൻ നോക്കുക. ട്രാവൽ ചെയ്യുകയോ കാര്യങ്ങളൊക്കെ ചെയ്യാം.
അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അടിക്കുക, കുഞ്ഞു മക്കളെ പറയുക, ഇതൊന്നും ഒരിക്കലും യോജിച്ച് തരാൻ പറ്റാത്തൊരു കാര്യമാണ്. നിനക്ക് നിന്റെ മക്കളെ പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളി, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മക്കളെ പറഞ്ഞാൽ അവർക്കും പൊള്ളും. എന്തിനാണ് കുഞ്ഞു മക്കളെയൊക്കെ പിടിച്ചിടുന്നത്? അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നീ തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മക്കളെ വളർത്തുന്ന പോലെ അല്ലേ എന്നെ എൻ്റെ അപ്പനും അമ്മ വളർത്തി എന്നുള്ള രീതിയിലൊക്കെ നീ പറയുന്നുണ്ട്. നാളെ നിന്റെ മക്കളും ഇതൊക്കെ കണ്ടു തന്നെയാണ് വളരുന്നത്. അവർ സ്കൂളും കോളേജും ഒക്കെ ആകുമ്പോൾ ഈ വീഡിയോസ് എല്ലാം നീ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കും. എൻ്റെ അപ്പനും അമ്മയും എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയായിട്ടൊക്കെ അടിയും വഴക്കും, ഇതെന്തുവായത്? ഇതൊക്കെ കണ്ടിട്ടാണ് ആ പിള്ളേർ വളരുന്നത്. നാളെ സ്കൂളുകളും കോളേജുകളിലും എത്തുമ്പോൾ പിള്ളേർക്ക് അത് ഫേസ് ചെയ്യേണ്ടി വരും. നാണക്കേടാണ്. കുട്ടികൾ കൂട്ടുകാരും സഹപാഠികളൊക്കെ കളിയാക്കും, അതെല്ലാം ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരു സാഹചര്യം എന്തിനാണ് നിങ്ങൾ ഫാമിലി വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞ് സ്വന്തം മക്കൾക്കും കൂടി ഫ്യൂച്ചറിൽ ഉണ്ടാക്കി വെച്ചു കൊടുക്കുന്നത് എന്നുള്ള ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. വളരെ മോശമാണ്. ദയവ് ചെയ്ത് ഇതുപോലത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ നിർത്തി മുന്നോട്ട് പോകുക എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനി ഈ ലേഡിയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, ഇവർ അത്യാവശ്യം അങ്ങോട്ട് ഭയങ്കര സൂപ്പറൊന്നും ഞാൻ പറയത്തില്ല. കുത്തിത്തിരിപ്പിൻ്റെ ആശാത്തിയും കൂടിയാണ്. ചില വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുള്ള വീഡിയോസിലൊക്കെ എനിക്ക് നല്ല ഒന്നാം തരം കുത്തിത്തിരിപ്പായിട്ട് തോന്നിയിട്ടുമുണ്ട്. എന്തായാലും ഞാൻ ഒരു ക്ലിപ്പ് ഒന്ന് കൊടുക്കാം. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഇത്രയധികം ബുദ്ധിയും സാമർഥ്യവും മോക്ക് ഇന്റർവ്യൂ ഒക്കെ ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് അത് വന്നിരുന്ന് വേണം വീഡിയോ ചെയ്യാനെന്നുള്ളത് ഞങ്ങൾ പാവം സാധാരണ 2000-ഉം 1000-ഉം ഒക്കെ സബ്ബുള്ള ആളുകൾക്ക് അറിയില്ലായിരുന്നു. എന്ത് ചെയ്യാനാ? വലിയ വലിയ യൂട്യൂബേഴ്സിന് മാത്രം സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല യൂട്യൂബ്. ആർക്കും ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കമൻ്റ് ഇടുന്ന ഓരോ വ്യക്തിക്കും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാനും മാന്യമായ രീതിയിൽ പറയാനും അവരുടെ ആശയങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. നിങ്ങൾക്ക് കുറേ കൂടുതൽ സബ് ഉണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് വലിയൊരു സ്ക്രീൻ സ്പേസും കുറച്ച് സബ്ബുള്ള ആളുകൾക്ക് ചെറിയൊരു സ്ക്രീൻ സ്പേസും ഒന്നും അല്ല യൂട്യൂബ് തന്നേക്കുന്നത്. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് യൂട്യൂബ്. അത് നിങ്ങളുടെ മനസ്സിന്റെ വലുപ്പവും ചിന്താഗതിയുടെ കുഴപ്പമെന്നേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഞങ്ങൾ വലിയ യൂട്യൂബേഴ്സ് ചെറിയ യൂട്യൂബേഴ്സ് എന്നുള്ള ചിന്താഗതി ഒരു വേർതിരിവ് നിങ്ങളുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് നിങ്ങളതങ്ങനെ പറയുന്നത്. നമ്മളൊന്നും ആരും ഒരിക്കലും നമ്മൾ ചെറിയ യൂട്യൂബറെന്നോ വലിയ യൂട്യൂബറെന്നോ വേർതിരിവോടെ ഒന്നുമല്ല കാണുന്നത്. ഞാനിപ്പോൾ ചെറിയ യൂട്യൂബറോ അല്ല വലിയ യൂട്യൂബറോ അല്ല. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നു, ഞാൻ യൂട്യൂബറാണ്. അല്ലാതെ വലുതുമല്ല ചെറുതുമല്ല, വേർതിരിച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല. അത്രേ ഉള്ളൂ. അങ്ങനത്തെ രീതിയിൽ ചിന്തിക്കണം. അല്ലാണ്ട് വലിയ യൂട്യൂബർ ചെറിയ യൂട്യൂബർ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. സബ്ബുള്ളവനെ കണ്ട് അസൂയപ്പെട്ടിട്ടും കാര്യമില്ല. ചേച്ചിക്ക് കുറച്ച് അസൂയയും കുശുമ്പും ഒക്കെ കൂടുതലാണ്. അത് പല വീഡിയോസിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതും കൂടി ഇവിടെ ഒന്ന് സൂചിപ്പിച്ചു പോകണം. നിങ്ങളും സ്വയമേ ഒന്ന് തിരുത്താൻ നോക്ക്. നിങ്ങളും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. കുറേയൊക്കെ ഒന്ന് തിരുത്താൻ നോക്ക്. ചിലപ്പോൾ മനുഷ്യനാകുമ്പോൾ തെറ്റ് പറ്റും. അതൊക്കെ തിരുത്തി മുന്നോട്ട് വേണം പോകാൻ. അല്ലാണ്ട് അവിടെ ഇരുന്ന് കണ എന്ന് വല്ലതും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എന്തായാലും വി ആർ ഇൻ ലവ്. കുടുംബത്തിന് ചെളിവാരി അടിക്കുന്നത് നിർത്തിയിട്ട് നല്ല നല്ല കണ്ടന്റുകളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്ക്. നിങ്ങളൊക്കെ ഇതുപോലത്തെ സാധനങ്ങൾ പബ്ലിക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ളവരെടുത്ത് ചർച്ച ചെയ്യും. ചർച്ച ചെയ്തവരെ കുറ്റം പറഞ്ഞിട്ട് ചീത്ത വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എന്തായാലും ഈ വിഷയമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയ വീഡിയോ ഇടണം.